എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. വ്യാഴാഴ്ചയാണ്, ഏകാദശിയാണ്. നമ്മളിൽ പലരും തന്നെ വ്യാഴാഴ്ച വ്രതമൊക്കെ എടുക്കുന്നുണ്ടാവും അല്ലേ? വിഷ്ണു പ്രീതികരമായിട്ടുള്ള ഒരു ദിവസമാണ് വ്യാഴം എന്നുള്ളത്. വ്യാഴാഴ്ച വ്രതം എടുക്കുന്ന വഴി നമ്മുടെ ഭാഗ്യം തെളിയാൻ, അതുപോലെ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ, ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും നമ്മൾ വ്യാഴാഴ്ച വ്രതം എടുക്കാറുള്ളത്. ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ഗുണഫലങ്ങളാണ് വ്യാഴാഴ്ച വ്രതം വഴി നമുക്ക് കിട്ടുന്നത്. മഹാവിഷ്ണുവിനെ ഭജിച്ചാൽ തന്നെ, നാരായണ നാരായണ എന്ന് ജപിച്ചാൽ തന്നെ നമുക്ക് വളരെ പുണ്യമാണ്. അപ്പോൾ വ്രതം കൂടി എടുത്ത് നാമം കൂടി ജപിച്ചാലുണ്ടാവുന്ന ഫലങ്ങൾ എത്രയായിരിക്കും പറയാനുണ്ടോ? അത്രയും വളരെ വിശേഷമാണ് വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത്. എത്രയോ നിരവധി ആളുകൾ വ്യാഴാഴ്ചകളിൽ മുടങ്ങാതെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴാറുണ്ട്. എത്രയോ ആളുകൾ, വളരെയധികം ശ്രേയസ്സും ഐശ്വര്യമൊക്കെ അവരുടെ കുടുംബത്തിനുണ്ട്. നമ്മളെക്കൊണ്ട് എല്ലാ വ്യാഴാഴ്ചയും പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. വ്യാഴാഴ്ച ഭഗവാനായിട്ട് എന്തെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുക. നമ്മുടെ കയ്യിലുള്ള കുറച്ച് പണം, വേറെ മറ്റുള്ള സാധനങ്ങൾ നമുക്ക് എടുത്തു വെച്ചാൽ അത് ചിലപ്പോൾ കേടായി പോവും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴിപാടായിട്ട് സങ്കല്പിച്ച് ഭഗവാന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തുക നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുക. അതെല്ലാം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഭദ്രമായിട്ട് ശേഖരിച്ച് വയ്ക്കുക. നമ്മൾ പിന്നീട് എപ്പോഴാണോ നമുക്ക് ഗുരുവായൂർ പോകാൻ സാധിക്കുന്നത് ആ സമയത്ത് ഈ പണം അവിടെ ഭഗവാനുള്ള കാണിക്ക സമർപ്പിക്കുക. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിലുണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ മാതിരി എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ സമാധാനത്തിനും നമ്മുടെ ഐശ്വര്യത്തിനും വേണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാവട്ടെ അത് നമ്മൾ ചെയ്തിരിക്കണം. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഏതൊരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അതിന് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വ്രതമൊക്കെ എടുക്കാൻ ഇപ്പോൾ എല്ലാവരെ കൊണ്ടും പറ്റിയെന്ന് വരില്ല. വല്ല ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വ്രതം തുടർച്ചയായിട്ട് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഏകാദശിയൊക്കെ ആണെങ്കിൽ പലർക്കും അതിനൊക്കെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പക്ഷേ ഭഗവാനെ ഭജിക്കാൻ ഇതൊന്നും ഒരു വിഷയമല്ല. ഭഗവാന്റെ നാളെ രാവിലെ സഹസ്രനാമം ജപിക്കാൻ, അതുപോലെ നാരായണനാമം ജപിക്കാൻ, ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കുക. ഇതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ധാരാളം സമയമുണ്ട്. ഈ സമയത്ത് മുഴുവൻ നമുക്ക് ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കാം. നമ്മുടെ മനസ്സിൽ സദാ ഭഗവാൻ ഉണ്ടായിരിക്കണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഭഗവാനായിട്ട് മാറ്റി വയ്ക്കുക. ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ സ്വയം മാറിക്കഴിഞ്ഞാൽ മാത്രമേ അത് നമ്മുടെ കുടുംബത്തിലെ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാനുള്ള യോഗം കൂടി ഉണ്ടാവുള്ളൂ. നമ്മളാദ്യം നമ്മൾ സ്വയം മാറണം. നമ്മളെ മനസ്സിൽ വേറൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം വിചാരിച്ചിട്ട് ഭഗവാനെ വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളെപ്പോഴും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നമുക്ക് നല്ല കാലം വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി, നമ്മളുടെ ജീവിതം എന്നുള്ളത് പ്രതീക്ഷയാണല്ലേ? നാളെ നല്ലത് വരുമെന്നുള്ളൊരു പ്രതീക്ഷപ്പുറത്താണ് ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെയധികം വിശ്വാസത്തോടു കൂടി, വളരെ ആത്മവിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ഓരോ കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊരു കാര്യവും ഭഗവാനായിട്ട് സമർപ്പിച്ച് ചെയ്യുക. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. വളരെ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നമ്മുടെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ മേലുണ്ടാവും. ഈ ഏകാദശി വ്രതവും നമുക്ക് ഒരുപാട് കോടി പുണ്യം കിട്ടുന്നതാണ് ഏകാദശി വ്രതം. എടുക്കാൻ സാധിക്കുന്നവർ ഏകാദശി വ്രതം കൂടി എടുക്കുക. നാളെ രണ്ടും കൂടി ഒരുമിച്ചാണ്, വളരെ വിശേഷമാണ്. ഇത് വ്രതം എടുക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്രതം എടുക്കുക. മാത്രമല്ല വ്യാഴാഴ്ച വ്രതം എടുക്കുക വഴി നമുക്ക് ലക്ഷ്മി കടാക്ഷം ഉണ്ടാവും. ഭഗവാന്റെ കൂടെ തന്നെയല്ലേ ലക്ഷ്മി ദേവി. അപ്പോൾ ഭഗവാനെ ഭജിക്കുക വഴി നമുക്ക് ലക്ഷ്മി കടാക്ഷം കൂടി തീർച്ചയായിട്ടും ഉണ്ടാവും. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ കൂടി മാത്രമേ നമ്മൾ വിചാരിച്ച ഒരു കാര്യം എന്തോ ആവട്ടെ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് പോയി പ്രാർത്ഥിച്ചു നാളെ കിട്ടണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നിരന്തരമായിട്ടുള്ള നമ്മുടെ ഒരിക്കലും ഇളക്കം തട്ടാതെയുള്ള വിശ്വാസത്തോടു കൂടിയുള്ള ഭജനം ആണ് ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടുള്ളത്. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ വഴിപാടുകൾ ചെയ്യുക. അമ്പലത്തിൽ പോകാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവിധത്തിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും നമ്മളെ തേടി വരും. തീർച്ചയായിട്ടും നാളെ നല്ലൊരു ദിവസമാണ്. ഭഗവാന്റെ അനുഗ്രഹം ഓരോ കുടുംബത്തിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും എളുപ്പമായിട്ട് ഭഗവാൻ നടത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.